വലിയ ബൂട്ടാണ്. എനിക്ക് തോന്നുന്നു എനിക്കിതിനകത്ത് കയറിയിരുന്നാലും ഒരു പ്രശ്നവുമില്ലാത്ത ആ ഒരു ബൂട്ടാണ്. അത്രയും വലിയ ഒരു ബൂട്ടാണ് ലാൻസർ എന്നുള്ള. ഇതൊക്കെ ഇന്നത്തെ കാലത്ത് കാറിൽ കാണാൻ പറ്റുമോ? ഇപ്പോൾ ഫോർഡ് തിരിച്ചു വരുന്നു അല്ലെങ്കിൽ വന്നു എന്ന് തന്നെ വയ്ക്കാം. ഫോർഡിൻ്റെ വണ്ടി വാങ്ങാൻ നിങ്ങൾ തയ്യാറാവും. കാരണം ഒരു സുപ്രഭാതത്തിൽ ഞങ്ങൾ ഇനി ഇവിടെ വിൽക്കുന്നില്ല എന്ന് പറഞ്ഞു പോയ ഒരു കമ്പനിയെ തിരിച്ച് രണ്ട് കൈ നീട്ടി സ്വീകരിക്കാൻ തയ്യാറായ മനസ്സിലുള്ള കസ്റ്റമേഴ്സ് എന്തെങ്കിലുണ്ടോ? എനിക്ക് ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗ് ഇഷ്ടമാണ്. ഇന്നത്തെ കാലത്ത് ആ ഒരു ഇലക്ട്രിക് പവർ സ്റ്റിയറിംഗിന് ഈ ഒരു ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗിൻ്റെ ആ ഒരു ഗുണമുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ മൂരാച്ചയാവും. നമസ്കാരം. ഇന്ത്യയിൽ ഇപ്പോഴേ ഇന്ത്യ വിട്ടുപോയ കമ്പനികളുടെ തിരിച്ചു വരേണ്ട ഒരു മേളമാണ്. തിരിച്ചു വരേണ്ട എന്ന് പറയുന്നത് ആ ഒരു വാർത്തയുടെ കാര്യം ഞാൻ പറഞ്ഞത്. വണ്ടികൾ തിരിച്ചു വരുമെന്നുള്ളതൊക്കെ വെറും ഒരു എന്താ പറയുക, ഒരു സ്കെപ്റ്റിക്കൽ തിങ് ആയിട്ട് കാണാം. അതായത് വന്നാൽ വന്നു ഇല്ലെങ്കിൽ ഇല്ല, ആ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഫോർഡിനെ കുറിച്ചും ഫിയറ്റിനെ കുറിച്ചുമാണ്. അതിൻ്റെ കൂടെയുള്ള ഒരു കമ്പനിയാണ് മിത്സുബിഷി എന്നുള്ളതാണ്. മിത്സുബിഷി ഇന്ത്യയിൽ കുറച്ചധികം വണ്ടികൾ ഇറക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അവരുടെ ആ തുടക്ക വണ്ടി എന്ന് പറയുന്ന ലാൻസർ ഉണ്ടല്ലോ, ആ ലാൻസർ നമ്മുടെ കൂടെ ഉണ്ട്. വണ്ടി പ്രാന്തൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ലാൻസർ കൊണ്ട് വന്നേക്കുന്നത് എനിക്ക് തോന്നുന്നു ലാൻസറിൻ്റെ ഒരു വീഡിയോയുടെ കാര്യം പറയുക എന്നുള്ള ലക്ഷ്യം മാത്രമല്ല, മിത്സുബിഷി ഇന്ത്യയിലേക്ക് തിരിച്ചു വരാതിരിക്കുകയോ ചെയ്യട്ടെ. പക്ഷേ അറ്റ് ദ ഫസ്റ്റ് പ്ലേസ് എന്തുകൊണ്ടാണ് മിത്സുബിഷി ഇന്ത്യ വിട്ട് പോയത്, അല്ലെങ്കിൽ എന്താണ് മിത്സുബിഷിക്ക് പറ്റിയ ഒരു പ്രശ്നം എന്നുള്ളതും ഈ ഒരു ലാൻസറിൻ്റെ കാര്യങ്ങളും എല്ലാം തന്നെ പറയാം. സ്വാഗതം. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് ശരിക്കും സഹായിക്കുന്ന ഇൻഡസ്ട്രികളൊന്നാണ് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി. ഇന്ത്യയിലെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ലോകോത്തര ബ്രാൻഡുകൾ വന്നിട്ടുണ്ട്. ചിലതൊക്കെ വേറുറപ്പിച്ചിട്ടുണ്ട്, ചിലതൊക്കെ ചൂടുറപ്പിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ചൂടുറപ്പിക്കാതെ പോകേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ബ്രാൻഡുകളിലൊന്നാണ് മിത്സുബിഷി. മിത്സുബിഷിയുടെ വണ്ടികൾ എന്ന് പറയുന്നത് ശരിക്കും ജാപ്പനീസ് വാഹന നിർമ്മാതാവായിട്ടുള്ള ഈ ഒരു വണ്ടിയുടെ ആ ഒരു കാര്യം പറയുമ്പോൾ ശരിക്കും റിലയബിളാണ്, ബുള്ളറ്റ് പ്രൂഫാണ്, ഓടിക്കാനായിട്ട് രസമുള്ള എഞ്ചിനുകളാണ്. അങ്ങനെയുള്ള പല ഗുണങ്ങളുണ്ട്, അല്ലെങ്കിൽ പല കാര്യങ്ങളുണ്ട്. എന്നാലും ശരിക്കും മിത്സുബിഷിക്ക് ഒരുപാട് ചലഞ്ചുകൾ ഇന്ത്യയിൽ ഫേസ് ചെയ്യേണ്ടതുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് ഇവരുടെ കടന്നു വരവ് തന്നെയായിരുന്നു പറയാം. അതായത് ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിൻ്റെ സഹായത്തോടുകൂടിയാണ് ഇന്ത്യയിലേക്ക് മിത്സുബിഷി വരുന്നത്. ഇപ്പോൾ അംബാസഡർ പോലുള്ള വണ്ടികളോട് ഇല്ല, കാരണം ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് പൂട്ടിപ്പോയി നിങ്ങൾക്ക് അറിയാം. അതിൻ്റെ കൂടെ പറയാവുന്ന ഒരു കാര്യമാണ് മിത്സുബിഷിയുടെ കാര്യം. കാരണം പൂട്ടിപ്പോയൊരു കമ്പനിയുമായിട്ട് കൂട്ടുചേർന്ന് വന്ന വണ്ടിക്ക് അല്ലെങ്കിൽ കമ്പനിക്ക് ഇവിടെ അങ്ങനെ ചൂടുറപ്പിക്കാൻ പറ്റില്ലല്ലോ. ഒരു പക്ഷേ ലളിതമായിട്ട് പറഞ്ഞാൽ അത് തന്നെ ആയിരിക്കണം മിത്സുബിഷിക്കും സംഭവിച്ചത്. 1998 ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിന് കൈ കൊടുത്ത് അവരുമായിട്ടൊരു ജോയിൻറ്റ് വെഞ്ചറുമായിട്ടാണ് മിത്സുബിഷി ഇന്ത്യയിലേക്ക് വരുന്നത്. അതായത് മിത്സുബിഷിയുടെ ആ ഒരു വാഹനങ്ങൾ നിർമ്മിക്കാനും അത് വിൽക്കാനുമുള്ള ഇന്ത്യയിലെ ഉത്തരവാദിത്വം ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിനായിരുന്നു. പക്ഷേ അതിലേക്കൊക്കെ വരുന്നതിന് മുന്നേ, ആ കാര്യങ്ങളിലേക്ക് വരുന്നതിന് മുന്നേ മിത്സുബിഷിയുടെ ശരിക്കും കുറച്ച് ചരിത്രം പറയട്ടെ. അതായത് എവിടെയാണ് മിത്സുബിഷി ജനിച്ചത്, എന്തായിരുന്നു മിത്സുബിഷി, കാറായിരുന്നു, അങ്ങനെ പലതുമായിരുന്നു. ജാപ്പനീസ് ഇൻഡസ്ട്രിയലിസ്റ്റും ഫൈനാൻസിയറുമായ ഇവാസാക്കി യെട്ടാരോയാണ് മിത്സുബിഷി ഗ്രൂപ്പ് എന്ന കമ്പനിയുടെ സ്ഥാപകൻ. 1870 ഈ കമ്പനി സ്ഥാപിക്കപ്പെടുന്നത്. ഒരു ഷിപ്പിംഗ് കമ്പനിയായി തുടങ്ങിയ മിത്സുബിഷിയുടെ തുടക്കം ടിസുഗുമോ ഷോക്കൈ എന്ന പേരിലായിരുന്നു. 1873 ആ പേര് മിത്സുബിഷി ഷോക്കൈ എന്നായി മാറി. മിത്സുബിഷി എന്ന വാക്ക് ശരിക്കും ഒറ്റ വാക്കല്ല, രണ്ട് വാക്കുകളിലെ കൂടിച്ചേരലാണത്. മിത്സു എന്നാൽ 3 എന്നാണ്. ഓക്ക് ചെടിയുടെ 3 ഇലകളെയാണ് അത് പ്രതിനിധാനം ചെയ്യുന്നത്. യമാക്കി ഫാമിലിയുടെ അടയാളം എന്ന നിലയിലാണ് അതിന് സ്ഥാനം. പിന്നെ ഹിഷി, അത് ബിഷി എന്ന 3 നിലകളുള്ള വാട്ടർ ചെസ്റ്റ്നട്ടിനെ പ്രതിനിധീകരിക്കുന്നു. ഇവാസാക്കി ഫാമിലിയുടെ അടയാളമാണത്. പുരാതന ജനങ്ങൾക്കിടയിൽ 3 എന്ന നമ്പറിന് എല്ലായ്പ്പോഴും ഒരു പ്രത്യേക ഐശ്വര്യപൂർണ്ണമായ സ്ഥാനമുണ്ടായിരുന്നു. ഏതൊരു കാര്യത്തിലും 3 എന്നത് ശക്തി, ഗതി, ചില സന്ദർഭങ്ങളിൽ അതിനെ വിശിഷ്ടമാകുക എന്നിവയുടെ പ്രതീകമായി തിരിച്ചറിയപ്പെട്ടിരുന്നു. യെറ്റാരോ ഇവാസാക്കിയുടെ പരമ്പര നൂറ്റാണ്ടുകളായി നീളുന്നു. അദ്ദേഹത്തിൻ്റെ പൂർവികർ 3ന്റെ ശക്തിയിൽ അത്രയേറെ വിശ്വസിച്ചിരുന്നു. കുടുംബ ചിഹ്നങ്ങൾ എല്ലായ്പ്പോഴും ഏതെങ്കിലും വിധത്തിൽ 3 ആകൃതിയിലുള്ള പാറ്റേൺ സ്വീകരിച്ചു വന്നു. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും കുടുംബങ്ങളും 2 കുടുംബങ്ങൾക്കും 3 ആകൃതിയിലുള്ള ചിഹ്നമുണ്ടായിരുന്നു. പ്രധാനമായും അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലത്തിൻ്റെ പ്രതീകമായ 3 ഓക്കിലകളും, അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ കുടുംബ ചിഹ്നത്തിൽ നിന്നുള്ള വജ്രാകൃതിയും, അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ചിഹ്നത്തിൽ നിന്നുള്ള 3 തട്ട ആകൃതിയും കൂടിച്ചേർന്നാണ് നമ്മൾ ഇന്ന് കാണുന്ന മിത്സുബിഷിയുടെ ലോഗോ ഉണ്ടായിത്തീർന്നിട്ടുള്ളത്. മിത്സുബിഷി ഇന്ത്യയിലേക്ക് വന്ന വർഷം 1998. ആ ഒരു 98 തന്നെയാണ് ലാൻസറും വരുന്നത്. ഇന്ത്യയിൽ ഒരു പക്ഷേ പജേറോയൊക്കെ ആയിരിക്കും ഫാൻസ് കൂടുതലെങ്കിലും ഏറ്റവും കൂടുതൽ വിജയിച്ച മിത്സുബിഷിയുടെ വണ്ടി ലാൻസറാണ് എന്നുള്ളതാണ്. ഇന്ത്യയിൽ ഇപ്പോഴും നല്ല എക്സാമ്പിൾസ് ആയിട്ടുള്ള ലാൻസറിനെ കാണാം. ഒരു 1.5 ലിറ്റർ പെട്രോളും ഒരു 2 ലിറ്റർ ഡീസലുമായിട്ട് വന്ന ലാൻസറിൻ്റെ 1.5 പെട്രോൾ മോഡലാണ് നമ്മുടെ കയ്യിലുള്ളത്. കാർ കോട്ടസി ടു രാഹുൽ. രാഹുൽ എന്ന് പറഞ്ഞേ, ഇതാണ് രാഹുൽ. ഞാൻ ഈ വണ്ടി ചോദിച്ചപ്പോൾ കൊണ്ടുവന്ന രാഹുലാണ്. അപ്പോൾ നല്ല വണ്ടി രാഹുൽ, അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വണ്ടിയുടെ കാര്യം എന്ന് പറയുന്നത് ഇതും 2006 മോഡലാണ് അല്ലേ, 2006 മോഡലാണ്. അപ്പോൾ ഈ വണ്ടിയിലേക്ക് വരുന്നതിന് മുന്നേ കുറച്ച് കാര്യം കൂടി പറയാനുണ്ട്. മിത്സുബിഷിയുടെ ഏറ്റവും നല്ല വണ്ടി അല്ലെങ്കിൽ ഏറ്റവും മികച്ച വണ്ടിയാണെന്ന് വെച്ചാൽ പജേറോ എന്ന് തന്നെ പറയേണ്ടി വരും. പജേറോയ്ക്ക് ഒരു പിൻഗാമിയായിട്ടുള്ള പജേറോ സ്പോർട്ടും ഇന്ത്യയിലുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഔട്ട്ലാൻഡറിൻ്റെ കാര്യം.
എനിക്ക് തോന്നുന്നു CB റൂട്ടിൽ വന്ന ഔട്ട്ലാൻഡറിനും കാര്യമായിട്ട് ഇവിടെ പിടിച്ചു കാണാൻ പറ്റില്ല. അങ്ങനെ ആ വണ്ടി ഇന്ത്യ വിട്ടു പോകേണ്ടത്, അല്ലെങ്കിൽ മിത്സുബിഷി മൊത്തത്തിൽ പോയല്ലോ, അപ്പോൾ അത് പറയേണ്ട കാര്യമില്ല. 2006 ഈ ഒരു ലാൻസറിൻ്റെ കാര്യം പറയുമ്പോൾ 2006 തന്നെയാണ് ലാൻസറിൻ്റെ CDA വരുന്നത്. 113 bhp പവറുള്ള ആ ഒരു വണ്ടിക്ക് സവിശേഷതകളുടെ സമ്പന്നത ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് ഒരു സെഡാനെ ഉൾക്കൊള്ളാൻ, അല്ലെങ്കിൽ സെഡാൻ്റെ അത്രയും ഒരു രസമുള്ള പവറും അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളും ഉൾക്കൊള്ളാൻ ഇന്ത്യൻ മാർക്കറ്റിന് കഴിഞ്ഞിരുന്നില്ല എന്ന് തോന്നുന്നു, ഇന്ത്യൻ മാർക്കറ്റിന്. അതുകൊണ്ട് തന്നെ 2013 CDA അരങ്ങൊഴിഞ്ഞു പോവുകയുണ്ടായി. ഇനി എന്തുകൊണ്ടാണ് മിത്സുബിഷി ഇന്ത്യ വിട്ട് പോകാൻ കാരണമെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു ഒരു കാരണത്തിൽ അത് പറയാൻ പറ്റില്ല. എന്നാലും ആദ്യ കാരണമായിട്ട് പൂർണ്ണമായും ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിനെ മാത്രം ആശ്രയിച്ച് നിലനിന്നിരുന്ന ഒരു ബ്രാൻഡായിരുന്നു മിത്സുബിഷി. അവർ ഒറ്റയ്ക്ക് ഒരു കമ്പനിയായിട്ട് മാറി വണ്ടി വിൽക്കാനൊന്നും ശ്രമിച്ചിട്ടില്ല. അപ്പോൾ ഓൾറെഡി പൂട്ടി പോകാൻ തയ്യാറായി നിൽക്കുന്ന ആ ഒരു ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിനെ ആശ്രയിച്ചാൽ പിന്നെ മിത്സുബിഷിയുടെ കാര്യം ഏറെക്കുറെ വേറെ ഒന്നും പറയാനില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആയിരിക്കണം മിത്സുബിഷി ഇന്ത്യ വിട്ടു പോയതെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സും ഇപ്പോൾ ഇന്ത്യയിലില്ല. അംബാസഡറും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിറ്റിരുന്ന ആ ഒരു കമ്പനിയുടെ ചരിത്രം നിങ്ങൾക്കറിയാം. അതല്ലെങ്കിൽ ആ ഒരു കാര്യം ഞാൻ മറ്റൊരു വീഡിയോയ്ക്ക് വേണ്ടി സേവ് ചെയ്യാണ്. പിന്നെ CBU റൂട്ടിലൂടെ വരുന്ന മിത്സുബിഷി വണ്ടികളുടെ വിലയുടെ കാര്യം, ശരിക്കും മിത്സുബിഷി ഒരു ലക്ഷറി ബ്രാൻഡ് ആയിരുന്നില്ലല്ലോ, അതും ഒരു പ്രശ്നമായിട്ട് വേണമെങ്കിൽ കാണാവുന്ന കാര്യമാണ്. ഇനിയൊരു കാര്യം കൂടിയുണ്ട്, അതാണ് തീർത്തും ഇമ്പോർട്ടൻറ്റ്. അത് ജാപ്പനീസ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടുപിടിച്ച ഒരു കേസായിരുന്നു. മിത്സുബിഷി തങ്ങളുടെ വാഹനങ്ങൾക്ക് തെറ്റായ മൈലേജ് ക്ലെയിം ചെയ്തു എന്നുള്ളതായിരുന്നു ആ കേസ്. ആ കേസിൻ്റെ ഭാഗമായിട്ട് ശരിക്കും ഷെയറുകളുടെ വില താഴെ പോവുകയും അക്കാരണത്താൽ മിത്സുബിഷിയുടെ ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുകയുണ്ടായി. എനിക്ക് തോന്നുന്നു ആ ഒരു കാരണം കൂടി നമുക്ക് ഈ ഒരു ഇന്ത്യ വിട്ടു പോകുന്ന കാരണത്തെ കൂട്ടിക്കെട്ടാവുന്നതാണ്. ശരിക്കും 2020 മിത്സുബിഷി ഇന്ത്യ വിട്ടു പോകുന്നത്. അവസാനം വിറ്റ വണ്ടി എന്ന് പറയുന്നത് മിത്സുബിഷിയുടെ പജേറോ സ്പോർട്ടായിരുന്നു എന്നുള്ളതാണ്. ഇനി ഈ ഒരു വണ്ടിയുടെ കാര്യത്തിലേക്ക് വരുന്നതിൻ്റെ മുന്നേ മിത്സുബിഷിന് തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള ഒരു കാര്യം കൂടി പരിശോധിക്കണ്ടേ. അങ്ങനെ പറയാനൊരു കാരണമുണ്ട്. അതായത് ഇപ്പോൾ 34% മിത്സുബിഷിയുടെ ഓഹരി കൈയെടുക്കുന്നത് നിസാനാണ്, കൈയാളുന്നത് നിസാനാണ്. അപ്പോൾ നിസാൻ റെനോ മിത്സുബിഷി കൂട്ടുകെട്ടിൽ ചിലപ്പോൾ ഒരു തിരിച്ചുവരവ് ഉണ്ടായേക്കും എന്നുള്ള ആ ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിലാണെന്ന് തോന്നുന്നു ഈ ഒരു വാർത്ത അങ്ങനെ പ്രവചിക്കുന്നതും അല്ലെങ്കിൽ ആ ഒരു വാർത്ത അങ്ങനെ പ്രചരിക്കുന്നതും. പക്ഷേ ഫോർഡിൻ്റെ തിരിച്ചുവരവ് അല്ലെങ്കിൽ മിത്സുബിഷി തിരിച്ചുവരവൊക്കെ എനിക്ക് പലപ്പോഴും അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഫോർഡ് തിരിച്ചു വരുന്നു അല്ലെങ്കിൽ വന്നു എന്ന് തന്നെ വയ്ക്കാം, ഫോർഡിൻ്റെ വണ്ടി വാങ്ങാൻ നിങ്ങൾ തയ്യാറാവും. കാരണം ഒരു സുപ്രഭാതത്തിൽ ഞങ്ങളിനി ഇവിടെ വിൽക്കുന്നില്ല എന്ന് പറഞ്ഞു പോയ ഒരു കമ്പനിയെ തിരിച്ച് 2 കൈ നീട്ടി സ്വീകരിക്കാൻ തയ്യാറായ മനസ്സുള്ള കസ്റ്റമേഴ്സ് എന്തെങ്കിലുണ്ടോ, നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യും. ഇത് 2006 മോഡലാണ് LX. ഇതിലുള്ളത് ഒരു 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ്. ഏകദേശം 83 bhp എഞ്ചിനുള്ള ഈ വണ്ടിക്ക് എനിക്ക് തോന്നുന്നു 13 കിലോമീറ്ററോളൊക്കെ ഒരു മൈലേജൊക്കെ അവർ പറഞ്ഞു തന്ന ആ ഒരു സമയത്ത്. ഇതിൻ്റെ വില എനിക്ക് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 7,33,000 രൂപയായിരുന്നു ടോപ്പിൻ്റെ പ്രൈസ് എന്നുള്ളതാണ്. അപ്പോൾ ഈ വണ്ടി വലിയ ഹുഡും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ശരിക്കും ഒരു പ്രോപ്പർ സെഡാൻ എന്ന നിലയ്ക്ക് വിളിക്കാവുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം 3 ബോക്സ് സെഡാൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു എക്സാമ്പിൾ ചോദിച്ചാൽ ലാൻസറൊക്കെ തീർത്തും കാണിച്ചു വെക്കാവുന്ന വണ്ടിയാണ്. പയ്യ എന്ന സിനിമയിൽ നിന്ന് കണ്ടില്ലേ, ആ ഒരു പയ്യ എന്ന സിനിമയിൽ തീർത്തും ഈ ഒരു വണ്ടിയുടെ ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് കാണാനുള്ള അവസരം ഉണ്ടായിട്ട്. അപ്പോൾ ഇതിൻ്റെ ബോണ്ട് തോന്നുന്നു ഞാൻ ആ എഞ്ചിൻ റൂമൊന്ന് ആദ്യം കാണിക്കാം. അതായത് 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിൻ എന്ന് പറയുന്നത് ശരിക്കും എങ്ങനെയാണ് ഇതിൻ്റെ അകത്തിരിക്കുന്നത് നോക്കട്ടെ. ഇതാണ് ആ ഒരു 1.5 ലിറ്റർ എഞ്ചിൻ, മൈറ്റി എഞ്ചിൻ എന്നൊക്കെ കാണത്തെ ആ ഒരു കാലം വെച്ച് പറയാം. അപ്പോൾ വലിയ ഹുഡാണ്, ഈ ഒരു ഫ്രണ്ട് വീൽ ഡ്രൈവാണിത്. മിത്സുബിഷിയുടെ ആ ഒരു 3 ലോഗോ പേർന്ന ഗ്രില്ല് കാണാം. ഈ ലോഗോയുടെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഹാലോജൻ ലൈറ്റ്സ് കാണാം, താഴെ ഫോഗ് ലാമ്പ് ഇല്ല, പക്ഷേ ടോപ്പ് എൻഡ് മോഡലിന് ഫോഗ് ലാമ്പ് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. വലിയ ഗ്ലാസ് ഏരിയയാണ്, വലിയ റൂഫ് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ കാണാം. ഈ ഫ്ലാപ്പി ഡോർ ഹാൻഡിലൊക്കെ തന്നെ തീർത്തും ആ ഒരു അന്നത്തെ കാലത്ത് ഒരു ലക്ഷറി വണ്ടിയുടെ ഒരു കാര്യമായിട്ട് കാണാവുന്ന കാര്യമാണ്. 13 ഇഞ്ച് വീൽസാണ് ഇതിന്, 13 ഇഞ്ച് ആ ഒരു 185/70 R13 ടയറാണ്. അപ്പോൾ ഇതിന് അലോവിയില്ല, ഇതിൻ്റെ ടോപ്പ് എൻഡ് മോഡലിന് അലോവിയിൽ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ബാക്കിലെ സസ്പെൻഷനാണ് കുറച്ചൊരു പ്രത്യേകത. എനിക്ക് തോന്നുന്നു ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷനുള്ള വണ്ടികൾ അന്നൊരു തിങ് ആയിരുന്നു. കാരണം മാരുതി ബലനൊക്കെ അങ്ങനെയാണ്, ലാൻസറിന് അങ്ങനെയാണ്, 4 വീലിലും ആ ഒരു ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷനാണ് എന്നുള്ളതാണ്. ഇതിൻ്റെ ബാക്ക് സീറ്റാണ് തീർത്തും ലക്ഷറി, വലിയ ആ ഒരു സീറ്റാണെന്ന് കാണാം. ഇതിൻ്റെ ഫാബ്രിക്കൊക്കെ കാണാൻ നല്ല ഭംഗിയാട്ടോ സീറ്റിൻ്റെ, ആ ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. ഇതൊരു നല്ല എക്സാമ്പിളായിട്ട് കാറാണ്, അതുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടിക്ക് അത്ര പഴക്കമൊന്നും തോന്നിക്കുന്നില്ല. ഈ ബൂട്ടും ശരിക്കും വലുതാണ്. എനിക്ക് തോന്നുന്നു പഴയ കാലത്തെ ഒരു ഹോണ്ട സിറ്റി 2008-2009 മോഡൽ ഹോണ്ട സിറ്റിയും ലാൻസറൊക്കെ ബൂട്ടിൻ്റെ ഒരു സ്പേസിൻ്റെ കാര്യത്തിൽ തീർത്തും മത്സരിച്ചിരുന്നു എന്നുള്ളതാണ്. വലിയ ബൂട്ടാണ്. എനിക്ക് തോന്നുന്നു എനിക്ക് ഇതിനകത്ത് കയറിയിരുന്നാലും ഒരു പ്രശ്നവുമില്ലാത്ത ആ ഒരു ബൂട്ടാണ്. അത്രയും വലിയ ഒരു ബൂട്ടാണ് ലാൻസർ എന്നുള്ള അതൊരു കാര്യമായിട്ട് കാണാം. എനിക്ക് തോന്നുന്നു ഏതൊരു സിനിമയിൽ കിഡ്നാപ്പ് ചെയ്യുന്ന ആ ഒരു സീനൊക്കെ കാണിക്കുന്ന ഈ ഒരു ബൂട്ടിലാണ്. ഇനി അകത്തേക്ക് വന്നാൽ സിഡിയ ശരിക്കും പറഞ്ഞാൽ ഫെയിലാവാനുള്ള കാര്യമായിട്ട് ഞാൻ പറഞ്ഞ പോയിന്റുകളൊക്കെ തന്നെയും ആ ഒരു വണ്ടിയുടെ 2006 വന്ന വണ്ടിയുടെ ആ ഒരു ഫീച്ചേഴ്സിൻ്റെ ബഹളമായിരുന്നു. അത് ഉൾക്കൊള്ളാനും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളും ആൾക്കാർക്ക് പറ്റിയില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഈ വണ്ടി 2006 വന്നപ്പോൾ ഇതിനൊരു വുഡൻ ട്രിമ്മൊക്കെ കണ്ടിരുന്നു. കൂടാതെ ഡോർ പോക്കറ്റ്, സ്പീക്കേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് കാർ ഇൻഡസ്ട്രിയിൽ തീർത്തും ഒരു
വലിയ ഒരു ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. വലിയ ബോട്ടിൽ ഹോൾഡറുകൾ വന്ന ഡോർ പാക്കറ്റുകളുണ്ട്. അന്ന് പക്ഷേ ആ ഒരു ഡോർ പോക്കറ്റിന് അത്ര വലിപ്പമൊന്നുമില്ല. പവറിൻ്റെ സ്വിച്ചുകൾ കാണാം. ഈ സ്റ്റിയറിംഗ് 4 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ്. വലിയ ആ ഒരു മീറ്റർ ക്ലസ്റ്ററും കാര്യങ്ങളൊക്കെ തന്നെ കാണുന്നുണ്ട്. അപ്പോൾ ഈ വുഡൻ ട്രിമ്മും അല്ലെങ്കിൽ ഈ ഒരു സീറ്റിൻ്റെ ആ ഒരു പോസ്റ്ററും ഒക്കെ തന്നെയും നമ്മൾ തീർത്തും ലോ ആയിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ള കാര്യമുണ്ട്. അത് ഹാൻഡ്ലിങ്ങിൽ വല്ലാത്തൊരു മികവാണ്. കാരണം 4 വീൽ ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷനായിട്ടുള്ള ഈ വണ്ടി കോർണറിലേക്ക് എടുത്തങ്ങ് ത്രോ ചെയ്യാൻ പറ്റിയൊരു വണ്ടിയാണ് ലാൻസർ എന്നുള്ളതാണ്. ഇവിടെയും ആ ഒരു AC കൺട്രോൾസ് ഒക്കെ തന്നെ കാണാം. അതൊക്കെ ആ ഒരു വുഡൻ ട്രിമ്മിലാണ്. നല്ല സീറ്റുകളാണ് ലാൻസറിന്. ഈ ലാൻസറിൻ്റെ സീറ്റും ഈ 4 സ്പോക്ക് സ്റ്റിയറിംഗ് വീലും അല്ലെങ്കിൽ ഈ കാണുന്ന ഈ ഒരു ഫേഷ്യയും ഈ ഒരു വുഡൻ ട്രിമ്മും അതിൽ കൊടുത്തുള്ള AC-യുടെ ആ ഒരു കൺട്രോൾസും താഴെ കാണുന്ന പഴയ മോഡൽ സ്റ്റീരിയോയും പിന്നെ ആഷ്ട്രയും ഒക്കെ അന്നത്തെ ഒരു കാറിൻ്റെ കാര്യമായിട്ട് പറയാം. ഇത് ശരിക്കും ആ ഒരു ആഷ്ട്ര എന്ന് പറയുന്നത് എടുത്ത് തട്ടാവുന്ന ആ ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഇങ്ങനെ സ്പ്രിംഗ് ഒക്കെ വെച്ചത്. നമുക്ക് ഈസിയാണ്. സിഗരറ്റ് ലൈറ്ററും ആഷ്ട്രയും ഇല്ലാത്ത കാറുകൾ ആ ഒരു കാലത്തുണ്ടോ സംശയമാണ്. 2 ഗ്ലോ ബോക്സ് കണ്ടോ, മുകളിലും താഴെ 2 ഗ്ലോ ബോക്സാണ്. ഈ 2 ഗ്ലോ ബോക്സും ലാൻസറിൻ്റെ കാര്യമായിട്ട് പറയാം. എനിക്ക് തോന്നുന്നു കാറുകൾ ഇവോൾവ് ചെയ്ത് വന്നപ്പോൾ എടുത്ത് കളഞ്ഞു പോയ കുറേ കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ ഇവിടെ കാണുന്ന ഈ ക്ലോക്ക് എന്ന് പറയുന്ന കാര്യം, ഇത് ഡിസൈറിലൊക്കെയാണ് ഞാൻ അവസാനമായിട്ട് കണ്ടു തോന്നുന്നു. ഈ ക്ലോക്ക് നമുക്കിവിടെ ലാൻസറിൽ കാണാം. അതുപോലെ ഇവിടെ കാണുന്ന ആ ഒരു ഹെഡ് ലാമ്പിൻ്റെ ഒരു ലെവലർ കണ്ടോ, ഇതൊരു ഇത്തിരി ആ ഒരു സ്വിച്ചാണ്, അല്ലാണ്ട് കേബിളൊന്നല്ല. ഇപ്പോഴും ചില വണ്ടിക്കൊക്കെ നമുക്ക് കേബിൾ ഉണ്ട്. എക്സ്പ്രസോ പോലുള്ള വണ്ടിക്ക് അതുപോലെ റെനോ കിഡിനൊക്കെ നമ്മളിപ്പോഴും കേബിൾ ഓപ്പറേറ്ററാണ്. ഇതൊക്കെ അന്നേ ആ ഒരു സ്വിച്ചിൽ മോട്ടറൈസ്ഡ് ആണെന്നുള്ളതാണ്. ഈ ക്ലോക്സും കൊള്ളാം. എന്ന് വെച്ചാൽ ടെയിൽ ലൈറ്റ്സും അല്ലെങ്കിൽ ഈ ഒരു മീറ്റർ ക്ലസ്റ്ററിനുള്ളത്തെ മീറ്ററുകളൊക്കെ തന്നെയും ഒരു ഇത്തിരി എലഗൻ്റ് ആണെന്ന് തന്നെ പറയാം. ഇവിടെ ഒരു ചെറിയ ഹോളുണ്ട്. അതെന്താണെങ്കിൽ മനസ്സിലായില്ല. ഇതാണ് ആ ഒരു മിറർ കൺട്രോൾസ്. തീർത്തും ഈ ഒരു മിറർ കൺട്രോൾസ് കാര്യം പറയുമ്പോൾ പഴയ ഹോണ്ട സിറ്റി ആണെങ്കിലും പഴയ ലാൻസർ ആണെങ്കിലും ഇതൊക്കെ തീർത്തും നല്ല വർക്കിംഗ് കണ്ടീഷനും നല്ല സോളിഡുമാണെന്നുള്ളതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് എടുത്തെടുത്ത് പറയേണ്ട കാര്യം. ഇവിടെ ചെറിയൊരു പോക്കറ്റ് ഉണ്ട്. ആ ഒരു പോക്കറ്റ് എന്ന് പറയുന്നത് കോയിൻ ഹോൾഡറാണ്. നമുക്ക് കോയിനൊക്കെ ഇടാണ്ട് ഉപയോഗിക്കാം. പിന്നെ കീ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഒരു കീ എന്ന് പറയുന്നത് മിറ്റ്സുബിഷിയുടെ ആ ഒരു ലോഗോ ഉള്ള ഒരു സാധാ കീ ആണ്. സെൻട്രലൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്യുന്ന ഈ ഒരു വണ്ടിക്കകത്ത് എനിക്ക് തോന്നുന്നു ടോപ്പിൻ്റെ മോഡലിന് ഉണ്ടായിരുന്നു. ഇല്ല, CDIക്ക് ഉണ്ടായിരുന്നു. CDIക്ക് അതൊക്കെ ഉണ്ടായിരുന്നു എനിക്കറിയാം. 2 സീറ്റുകൾക്കിടയിൽ ഒരു വരമ്പ് പോലെ വന്ന ഈ ഒരു സെൻട്രൽ കൺസോളും ലാൻസറിൻ്റെ അന്നത്തെ കാലത്തെ ഒരു പുതുമയായിട്ട് കാണാം. ഈ ഒരു 5 സ്പീഡ് ഗിയറിലൊരു ഒത്തിരി വരുത്താണ്. കൂടാതെ ഇവിടെ കോയിൻ ഹോൾഡർ ഉണ്ട്. ചെറിയ കോയിൻ ഹോൾഡറാണ്. ഒരു ചെറിയ ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അതുകൂടാതെ കൗതുകമായിട്ട് പറയുന്നത് ഈ ഫാബ്രിക് സീറ്റിൻ്റെ അപ്പോൾസ്റ്ററാണ്. ഇതൊക്കെ കണ്ടോ, ഈ ഒരു ഫാബ്രിക് സീറ്റൊക്കെ ഇന്നും എനിക്ക് തോന്നുന്നു ഇതേപോലെ നിൽക്കുന്നത്. ഇത് ഒറിജിനലാണ്. അപ്പോൾ ഇതേപോലെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ബിൽഡ് ക്വാളിറ്റി കാര്യമായിട്ടൊക്കെ കാണാം. ഇപ്പോൾ ലെഗ് റൂം, ഹെഡ് റൂം അല്ലെങ്കിൽ ഷോൾഡർ റൂം എല്ലാം ആവശ്യത്തിനുള്ളൊരു വണ്ടി കൂടിയാണ് ലാൻസർ എന്നുള്ളതാണ്. അതിൻ്റെ ഒരു കാര്യമായിട്ട് പറയുമ്പോൾ ഞാൻ ഇരിക്കുന്നത് വളരെ കംഫർട്ടബിൾ ആയിട്ടാണ്. ഈ പിൻ സീറ്റിൻ്റെ ചാര് കണ്ടോ, ഇതും തീർത്തും ലക്ഷൂറിയസാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഇരിക്കുന്ന ആ ഒരു കാര്യം കംഫർട്ടബിൾ ആയിട്ടാണെന്നുള്ളതാണ്. സീറ്റ് പോക്കറ്റുകളുണ്ട്. സീറ്റ് പോക്കറ്റ് 2 വലിയ പോക്കറ്റ് മാത്രമല്ല കേട്ടോ. ഈ ഒരു ചെറിയ പോക്കറ്റ് കണ്ടോ, ഇതൊന്നും നമ്മൾ അധികം വണ്ടി കാണാറില്ല. ഇതിവിടെ ലാൻസറിൻ്റെ സീറ്റിലുണ്ട്, പാസഞ്ചർ സീറ്റിൽ മാത്രം. വളരെ നിഫ്റ്റിയാണ്. അതുപോലെ പിന്നെ കണ്ട കാര്യം എന്ന് പറയുന്നത് ആ ഒരു സൺഗ്ലാസ് ഹോൾഡറാണ്. ഇന്നത്തെ വണ്ടിക്ക് പോലും പല വണ്ടികൾക്കും ഇല്ലാത്തൊരു സംഗതി ഇവിടെ ലാൻസറിനുണ്ട്. അത് ആ ഒരു പുഷ് എന്ന് പറഞ്ഞ സ്വിച്ചൊക്കെ കാണാം. പിന്നെ സൺവൈസറൊക്കെ ശരിക്കും കോസ്റ്റ് കട്ടിങ്ങിനായിട്ട് ഇവിടെ മുറിച്ചിട്ടൊന്നുമില്ല. ഈ സൺവൈസറിന് ഒരു ചെറിയ എക്സ്റ്റൻഷൻ കൂടിയുണ്ട്. ആ മിററിൻ്റെ അവിടെയുള്ള ആ ഒരു ഗ്യാപ്പ് കൂടി ഫില്ല് ചെയ്യാൻ തക്കവണ്ണമുള്ള ഒരു സൺവൈസറാണ്. ഒന്നല്ല, 2 കണ്ടോ. ഇതൊക്കെ ഇന്നത്തെ കാലത്ത് കാറിൽ കാണാൻ പറ്റുമോ? കണ്ണാടിക്കുള്ള അടപ്പ് ഒരു ഫ്ലാപ്പാണ്. ആ ഒരു അടപ്പുണ്ട് എന്നുള്ളത് ഒരു കാര്യമായിട്ട് കാണാം. രാജകീയമായിട്ടിരുന്ന് തന്നെ യാത്ര ചെയ്യാവുന്ന സീറ്റാണ് പിന്നിൽ. ഈ ആംറസ്റ്റ് കൈവച്ച് വലിയ ആംറസ്റ്റാണ്. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ആംറസ്റ്റ്. ഇതൊന്നും ആഫ്റ്റർ മാർക്കറ്റ് അല്ല, എല്ലാം ഈ വണ്ടിക്കുള്ള കാര്യങ്ങളാണ്. ഡിഫോഗർ ഉണ്ട്, ബാക്കിൽ സ്പീക്കേഴ്സ് കാണാം. അപ്പോൾ ശരിക്കും പറയാം നന്നായിരുന്ന് യാത്ര ചെയ്യാവുന്ന ഒരു വണ്ടി കൂടിയാണ് ലാൻസർ എന്നുള്ളതാണ്. ഇപ്പോൾ 2 ലിറ്റർ ഡീസലാണെങ്കിലും 1.5 ലിറ്റർ പെട്രോൾ ആണെങ്കിലും യാത്ര ചെയ്യാനാണെങ്കിൽ ബാക്ക് സീറ്റാണല്ലോ നോക്കുക. അപ്പോൾ അത്യാവശ്യം നല്ല ഹെഡ് റൂമുള്ള, അത്യാവശ്യം നല്ല ലെഗ് റൂമുള്ള, അത്യാവശ്യം നല്ല ഒരു സീറ്റുള്ള ഈ ഒരു വണ്ടിയുടെ കാര്യം എടുത്തു പറയാം. പിന്നിലൊരു ആഷ്ട്ര കൂടിയുണ്ട്. ശരിക്കും സിഗരറ്റ് വലിക്കൽ എന്ന് പറയുന്നത് ഒരു ലക്ഷ്യം തന്നെ ആയിരിക്കണം അന്നത്തെ കാലത്തൊക്കെ. ഇന്നത്തെ പോലെ അല്ലല്ലോ. പുകവലി ആരോഗ്യത്തിന് ഹാനികരമെന്ന് എഴുതി കണ്ടിട്ടുണ്ടാകത്തല്ലേ. അപ്പോൾ ശരിക്കും ഇന്ന് എന്താണ് ലാൻസറിൻ്റെ റിലവൻസ്? എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് മിറ്റ്സുബിഷി ചരിത്രം പറയുക, മിറ്റ്സുബിഷി തിരിച്ചു വരാൻ സാധ്യതയുണ്ടെങ്കിൽ അതൊന്ന് ഊന്നി പറയുക, ഇല്ലെങ്കിൽ അതും ഒന്ന് പറയുക എന്നുള്ളായിരുന്നു. അപ്പോൾ എൻ്റെ ആ ഒരു കാര്യത്തിൽ മിറ്റ്സുബിഷി വരികയോ വരാതിരിക്കുകയോ ചെയ്യട്ടെ. ശരിക്കും വന്നെങ്കിൽ നല്ലതാണെന്ന് തോന്നുന്നുണ്ട്. കാരണം ഒരുപാട് കാറുകളൊക്കെ നമുക്കിവിടെ റോഡിൽ കാണാൻ പറ്റുക, പല വൈവിധ്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു കണക്കിന് നല്ലതല്ലേ. അപ്പോൾ ശരിക്കും ഒരു പ്രോപ്പർ 3 പോയിൻ്റ് അല്ലെങ്കിൽ 3 ബോക്സ് സെഡാൻ എന്ന് നിലയ്ക്ക് കാണാവുന്ന ഒരു വണ്ടിയാണ് ലാൻസർ. ഇപ്പോൾ ബാക്കിലെ ആ ഒരു ഇരട്ട ടൈൽ ലൈറ്റുകളാണെങ്കിലും മുന്നിലെ ഒരു ഗ്രില്ലാണെങ്കിലും ആ ഒരു സ്ലോപ്പി ഡിസൈൻ ആണെങ്കിലും നമ്മൾ താഴെ ഇരുന്ന് ഓടിക്കുന്ന ഒരു ഫീലാണെങ്കിലും സെഡാൻ ലവേഴ്സിന് എനിക്ക് തോന്നുന്നു ലാൻസറിനെ മറക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ യൂസ്ഡ് കാർ മാർക്കറ്റിൽ നല്ല വണ്ടികൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. 2 ലിറ്റർ ഡീസലാണെങ്കിലും അല്ലെങ്കിൽ 1.5 പെട്രോൾ ആണെങ്കിലും അത്യാവശ്യം നല്ല വണ്ടികൾ കിട്ടാനുണ്ട്. നമ്മൾ കയ്യിലൊതുന്ന വിലയ്ക്ക് കിട്ടുമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടി നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. ഓടിച്ചു നോക്കാൻ പറയുമ്പോൾ ലാൻസർ ഓടിക്കണം എന്നുള്ളത് എൻ്റെ കുറേ കാലമായിട്ടുള്ള ആഗ്രഹമാണ്. അപ്പോൾ ഇന്ന് ഞാൻ ലാൻസർ ഓടിക്കുന്നത് ഫസ്റ്റ് ഡ്രൈവ് ഇംപ്രഷനാണ്. അതും 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിനുള്ള വണ്ടി. എനിക്ക് തോന്നുന്നു 2006 കാലഘട്ടത്തിലൊക്കെ ആ ഒരു പവയുടെ ആൻറ്റിന കൂടി ഒരു കാര്യമായിരുന്നു. പക്ഷേ ഈ വണ്ടിക്ക് സാധാ ആൻറ്റിനാണ്. ഇത് LX ആണെന്ന് ഞാൻ പറഞ്ഞു. അത് മാത്രമാണ് ഈ ലൈറ്റ് കാണാൻ നല്ല ഭംഗിയുള്ള കാര്യം. ഈ വിങ് അത്യാവശ്യം നല്ല കൂളാണ്. ഇനി താഴെ കാണുന്ന ആ ഒരു സസ്പെൻഷൻ ഉള്ളൂ, അത് ഈ വണ്ടിയുടെ സ്പെഷ്യാലിറ്റിയാണ്. നോക്കിയേ, ആ ഒരു മുൻ സസ്പെൻഷൻ പോലെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള 2 സസ്പെൻഷനിലാണ് ആ വീലുകൾ നിൽക്കുന്നത് എന്നുള്ളതാണ്.
അപ്പോൾ നമുക്ക് എന്തായാലും ഓടിക്കാം, ഇനി വെയിറ്റ് ചെയ്യുന്നില്ല. ശരിക്കും ആദ്യമായിട്ടാണ് ലാൻസർ ഞാൻ ഓടിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ പെട്രോൾ മോഡൽ ഇതിൻ്റെ ഷിഫ്റ്റൊക്കെ നല്ല സ്ലിക്കാട്ടോ, നമുക്ക് വളരെ ഈസി ആയിട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ വക വണ്ടികളിലൊക്കെ സ്റ്റീറിങ്ങിനും സസ്പെൻഷൻ സെറ്റപ്പിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മാർക്ക് കൊടുക്കേണ്ടത്. അതായത് ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് തീർത്തും നമ്മുടെ ആ ഒരു ഡയറക്റ്റ് ആണെന്നുള്ളത്. അതിനൊന്നിങ്ങനെ കട്ട് ചെയ്ത ആ ഒരു വണ്ടി ശരിക്കും ആ ഒരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇരിക്കുന്ന ആ ഇരിപ്പ് എന്ന് പറയുന്നത് നമ്മൾ റോഡിനോട് ചേർന്നിട്ടാണ്. നമ്മുടെ ആ ഒരു സോൾ എന്ന് പറയുന്നത് ഡ്രൈവ് ചെയ്യുന്ന കിട്ടുന്ന ഒരു സോൾ ഉണ്ടല്ലോ, ആ ഒരു ഫീൽ എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള വണ്ടികൾ ഓടിക്കുമ്പോൾ കിട്ടും. നമുക്ക് നോക്കിയാൽ അറിയാം, സ്പോർട്സ് കാർ അല്ലെങ്കിൽ സൂപ്പർ കാറുകളൊക്കെ നിലം മുട്ടി പോകുന്ന വണ്ടികളാണ്. ആ ഒരു കണക്കിൽപ്പെടുത്താവുന്ന ഒരു വണ്ടി ഈ ഒരു ലാൻസർ എന്ന് പറഞ്ഞാൽ അതിശയോക്തിയാവോ? ഇല്ലല്ലേ. ഈ വണ്ടിയുടെ AC ഒരു ചെറുതായിട്ട് ഇത്തിരി ഒരു ഫോൾട്ടിയാണ്, അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ ഒന്ന് വേർത്തേക്കും, അത് മൈൻഡ് ചെയ്യണ്ട. ഇവിടുത്തെ ഈ ഒരു തിരിവൊക്കെ എടുക്കുമ്പോഴാണ് ഈ വണ്ടിയുടെ ആ ഒരു ഫീൽ നമുക്ക് കിട്ടുക. എനിക്ക് ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗ് ഇഷ്ടമാണ്. ഇന്നത്തെ കാലത്ത് ആ ഒരു ഇലക്ട്രിക് പവർ സ്റ്റിയറിങ്ങിന് ഈ ഒരു ഹൈഡ്രോളിക് പവർ സ്റ്റിയറിങ്ങിൻ്റെ ആ ഒരു ഗുണമുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ മൂരാച്ചയാവും, കാരണം ടെക്നോളജി ഇഷ്ടമില്ലാത്ത ആളാവും. അതായത് ഇത് ശരിക്കും പുതിയ ആ ഒരു ഇലക്ട്രിക് പവർ സ്റ്റിയറിങ്ങുകളൊക്കെ തന്നെയും അത്യാവശ്യം നല്ല കാലിബ്രേറ്ററാണ്, അത്യാവശ്യം നല്ല ഫീലും ഫണ്ടും തരുന്നുണ്ട്. പക്ഷേ ഹൈഡ്രോളിക് സ്റ്റിയറിങ്ങിൻ്റെ ഫീൽ എന്ന് പറയുന്നത് അൺമാച്ച്ഡ് ആണെന്ന് പറയാം. ഇതൊരു 5 സ്പീഡ് ഓട്ടോ വണ്ടി, ഇതിൻ്റെ ഫ്രണ്ട് ഡിസ്കും ബാക്ക് ഡ്രമ്മുമാണ്. പിന്നെ റൈഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് മികച്ചതാണ്. സെഡാൻ എപ്പോഴും നല്ല റൈഡ് ക്വാളിറ്റി ആയിരിക്കുമല്ലോ, ആ ഒരു കാര്യത്തിൽ ലാൻസറിൻ്റെ കാര്യത്തിലും എടുത്തു പറയണം. ഇതിൻ്റെ എല്ലാ സംഗതികളും വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ക്ലസ്റ്ററിനകത്ത് നമുക്ക് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും കാണാം. എൻജിൻ ടെമ്പറേച്ചർ വരുന്നുണ്ട്, പുതിയ തലമുറ വണ്ടികൾ പലപ്പോഴും കാണാത്ത കാര്യമാണ്. ഈ AC കൺട്രോൾസ് ഭംഗിയുണ്ട് കാണാനായിട്ട്. നമുക്ക് വണ്ടി മൊത്തത്തിൽ ഇരിക്കുമ്പോൾ അകത്തുനിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ എല്ലാം കാണാമെന്നുള്ള കാര്യമുണ്ട്. മിററുകൾ ചെറിയ സൈസാട്ടോ, അതൊരു കാര്യമായിട്ട് കാണാം. ചെറിയ മിററുള്ള വണ്ടിയാണ് ലാൻസർ എന്നുള്ളതാണ്. പക്ഷേ അതൊന്നും ഒരു കാര്യമേ അല്ല, കാരണം ഇന്നും എന്തൂസിയാസ്റ്റുകൾ പ്രിഫർ ചെയ്യുന്ന വണ്ടികളൊന്ന് ലാൻസറാണെന്ന് പറഞ്ഞാൽ അതിൽ അത്ഭുതമൊന്നുമില്ല. ഇപ്പോൾ ഇവോയുടെ X എന്ന് പറയുന്ന മോഡൽ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. 43 ലക്ഷം രൂപയോളം ആ ഒരു വിലയിൽ ഇറങ്ങിയിട്ടുണ്ട്. അതും അധികം വിറ്റിട്ടില്ല എന്ന് തോന്നുന്നു. ഇപ്പോൾ അടുത്ത ദിവസം ഒരു ഓട്ടോ ഷോയിൽ പോയപ്പോൾ ഞാൻ അത് കണ്ടായിരുന്നു. ആ വണ്ടി അതിൻ്റെ ഒരു എക്സോസിനോടൊക്കെ കേട്ടായിരുന്നു. ഒരു കമ്പാരിസൺ വന്ന ലാൻസറിന് പവർ കുറവായിരുന്നു കാണാം. കാരണം അന്നത്തെ കാലത്ത് ഹോണ്ട സിറ്റി അല്ലെങ്കിൽ മാരുതി സുസുക്കിയുടെ ബലേനൊക്കെ അത്യാവശ്യം 100 bhp ഉണ്ടാകും, 1.5 1.6 എഞ്ചിനൊക്കെ. ആ ഒരു കാര്യത്തിൽ ലാൻസറിൽ ഇത്തിരി പവർ കുറവ് ഉണ്ട് എന്നുള്ളതാണ്. ശരിക്കും ബലേനോയ്ക്ക് ഡീസൽ എഞ്ചിൻ ഉണ്ടായില്ല, പകരം ഈ ഒരു വണ്ടിക്ക് ഡീസൽ എഞ്ചിൻ കൂടി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് സിറ്റിയുടെ കാര്യം, സിറ്റിക്ക് വന്ന് ഡീസൽ എഞ്ചിൻ ഇല്ല. ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് 4 വീലിലും ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷൻ എന്ന് പറഞ്ഞു. 13 വീലേ ഉള്ളൂ, 13 വീലിൻ്റെ വട്ടം. എന്നാലും നമുക്ക് ആ ഒരു റൈഡ് ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുള്ളതാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ അപ്രിഷിയേറ്റ് ചെയ്യാൻ തോന്നുന്ന കാര്യം എന്ന് പറയുന്നത് ജാപ്പനീസ് വണ്ടിയുടെ ആ ഒരു ബിൽഡ് ക്വാളിറ്റി മാത്രമല്ല, ഇതിൻ്റെ സീറ്റിൻ്റെ ആ ഒരു ക്വാളിറ്റി കൂടിയാണ്. ഞാൻ പറഞ്ഞില്ലേ, അന്നത്തെ കാലത്ത് 2006 എന്ന് പറയുമ്പോൾ എത്ര വർഷമായി, ആ ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഇതിൻ്റെ ഫാബ്രിക് എന്ന് പറയുന്നത് ഇപ്പോഴും അത്യാവശ്യം നല്ല നീറ്റ് കണ്ടീഷനാണെന്നുള്ളത് നല്ല കാര്യമായിട്ട് കാണേണ്ട കാര്യമാണ്. പിന്നെ സ്റ്റിയറിങ്ങിൻ്റെ വട്ടമൊക്കെ കുറച്ച് കൂടുതലാണ്, അതായത് ഇന്നത്തെ വണ്ടി കമ്പയർ ചെയ്യുമ്പോൾ. ഇത് 4 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ്. ആ ഒരു 4 സ്പോക്ക് സ്റ്റിയറിംഗ് വീലിൻ്റെ വട്ടമൊക്കെ ഒത്തിരി കൂടുതലാണ്. ഇപ്പോൾ ശരിക്കും രസമുണ്ട് ഓടിക്കാനായിട്ട് ലാൻസർ. എനിക്ക് തോന്നുന്നു ഒരു യൂസ്ഡ് കാർ വാങ്ങുകയാണ്, കുറച്ച് സ്പെഷ്യലായിട്ടൊരു വണ്ടി വേണമെങ്കിൽ മിത്സുബിഷിയുടെ പാർട്സൊക്കെ അവൈലബിൾ ആണ് എന്നുള്ള എൻ്റെ അറിവ്. ആ ഒരു അറിവിൽ ജാപ്പനീസ് വണ്ടികളുടെ റിലയബിലിറ്റി വേണമെങ്കിൽ ഹോണ്ട സിറ്റിയേക്കാളും വില കുറഞ്ഞ് കിട്ടുന്നൊരു വണ്ടിയാണ് ഈ ഒരു ലാൻസർ എന്നുള്ളതാണ്. അപ്പോൾ മിത്സുബിഷിയുടെ ചരിത്രം നമ്മൾ പറഞ്ഞില്ലേ, അതിൻ്റെ കൂടുതൽ പറയേണ്ട കാര്യം ഈ ലാൻസറിൻ്റെ ബിൽഡ് ക്വാളിറ്റി, ലാൻസറിൻ്റെ ആ ഒരു സുഖ സൗകര്യങ്ങളും ലാൻസറിൻ്റെ ഓടിക്കുന്ന രസമൊക്കെയാണ്. ഇത് തീർത്തും ഫണ്ണായിട്ടുള്ള വണ്ടി കേട്ടോ. എനിക്ക് തോന്നുന്നു ഡീസൽ എന്ന് പറയുന്ന ടർബോ അല്ല, നാച്ചുറലി ആസ്പിറേറ്ററാണ്. ഇതും നാച്ചുറലി ആസ്പിറേറ്ററാണ്. പക്ഷേ പെട്രോൾ 1.5 അത്യാവശ്യം പഞ്ചൊക്കെ ഉണ്ട്. 83 bhp എന്ന് പറയുന്നത് അത്യാവശ്യം രസമുള്ള ഒരു ഓടിക്കാൻ രസമുള്ള ഒരു പവർ ഫിഗർ തന്നെയാണ്. മൈലേജിന് കുറവുണ്ട്, 13-12 ഇതിൻ്റെ മൈലേജ്. എന്നാലും എനിക്ക് തോന്നുന്നു ഈ ഒരു വണ്ടി വാങ്ങുമ്പോൾ പുതിയ വണ്ടിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വിലയുടെ ആ ഒരു വ്യത്യാസം നമുക്ക് പെട്രോളിൽ കാര്യമായിട്ട് കിട്ടുന്നുണ്ട്. മൈലേജ് കാര്യമായിട്ട് ചിന്തിക്കേണ്ട കാര്യമില്ല. ഞാൻ ഒന്ന് കാലെടുക്കാണ്. എനിക്ക് ലാൻസർ ഇഷ്ടമാണ്, എനിക്ക് മിത്സുബിഷി ഇഷ്ടമാണ്. അപ്പോൾ അടുത്തതായിട്ട് വീണ്ടും വരാം. അതുവരെയ്ക്കും നന്ദി, നമസ്കാരം. മിത്സുബിഷി തിരിച്ചു വരികയാണെങ്കിൽ തിരിച്ചു വരട്ടെ, നമുക്ക് കാത്തിരുന്ന് കാണാം.